നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. താനെന്താ ഇവിടെ തന്നെ നിന്നളഞ്ഞത്? ഓഫീസിലേക്ക് വരായിരുന്നില്ലേ? വക്കീലെ, ഐ എം സോറി. ഞാൻ ഒരിക്കലും വക്കീലിനെ അടിക്കരുതായിരുന്നു. എൻ്റെ അപ്പോഴത്തെ സാഹചര്യം. മഹിമേ, തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാൻ എൻ്റെ പരിധി മനസ്സിലാക്കാതെ തന്നോട് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്ത് സംസാരിച്ചതാണ്. മഹിമയുടെ മനസ്സിൽ ഒരു സുഹൃത്ത് എന്നതിലപ്പുറം എന്തോ ഒരു സ്ഥാനമുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. തൻ്റെ ചില സമയത്തുള്ള സംസാരം പെരുമാറ്റം കണ്ടപ്പോൾ എൻ്റെ മണ്ടത്തരത്തിന് എനിക്ക് അങ്ങനെ തോന്നിയതാണ്. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് വക്കീൽ എന്നോട് മനസ്സ് തുറക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ എന്റെ ജീവിതം ആകെ തകർന്ന ഈ അവസരത്തിൽ തന്നെ അത് സംഭവിച്ചത് എന്റെ വിധിയാ. എന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ എങ്ങനെ വക്കീലിനെ പറഞ്ഞു മനസ്സിലാക്കും? ഞാൻ പറഞ്ഞതെല്ലാം മഹിമ എത്രത്തോളം അസ്വസ്ഥയാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അതിനെ താനോട് ക്ഷമിക്കണം. എന്താ വക്കീൽ ഇത്? ഞാൻ പണ്ടേ ഒരു മണ്ടനാണ്. ആരോട് എപ്പോൾ എങ്ങനെ പെരുമാറണമെന്നൊന്നും എനിക്കറിയില്ല. താൻ എന്നെ നല്ലൊരു സുഹൃത്തായിട്ട് മാത്രം കണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ കണ്ട ഒരാൾ പെട്ടെന്ന് മറ്റൊരു തലത്തിൽ സംസാരിക്കുമ്പോൾ ഏത് പെൺകുട്ടിയും പകച്ചു പോകും. അപ്പം തോന്നിയ ദേഷ്യത്തിൽ താൻ അറിയാതെ അടിച്ചു പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്തൊരു തെറ്റ് കാരണം ഒരു സുഹൃത്ത് എന്ന നിലയിൽ മഹിമയ്ക്ക് എന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. നമ്മൾ തമ്മിൽ കോളേജിൽ വെച്ച് നടന്ന സംഭവം ഒരിക്കലും അമ്മയോ ഗിരിയോ അറിയരുത്. അവർക്ക് ഒരുപാട് വിഷമാവോടോ. അമ്മയ്ക്ക് മഹിമ വലിയ കാര്യമാണ്. ഞാൻ കാണിച്ചൊരു തെറ്റ് കാരണം നിങ്ങൾ തമ്മിൽ അകലരുത്. താൻ ഇനിയും ട്യൂഷൻ എടുക്കാൻ വീട്ടിലേക്ക് വരണം. ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തനിക്കുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് മാറി തന്നോളാം. എനിക്ക് വക്കീലിനോട് ഒരു വിരോധവും ഇല്ല. എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് വക്കീലിനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. മഹിമ എനിക്കൊരു വിശദീകരണവും തരണ്ട. അത് മാത്രമല്ല, തനിക്ക് കുറ്റബോധം തോന്നേണ്ട ഒരു കാര്യമില്ല. പ്രതികരണ ശേഷിയുള്ള ഏതൊരു പെൺകുട്ടിയും ചെയ്യേണ്ടതേ മഹിമയും ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു തരത്തിൽ നന്നായി. എത്ര നല്ല സൗഹൃദമാണെങ്കിലും ഒരു പരിധിക്കപ്പുറം സ്വാതന്ത്ര്യം എടുക്കരുതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ തന്നെ ഇന്നൊരു അകലം പാലിച്ചോളാം. എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു കുഴപ്പവും മഹിമയ്ക്കുണ്ടാവില്ല. എന്റെ ജീവിതത്തിൽ ചേച്ചിയേക്കാൾ കൂടുതൽ ആരെ സ്നേഹിക്കാൻ കഴിയില്ലെന്നാ ഞാൻ കരുതിയത്. വക്കീല എന്റെ ആ ധാരണ മാറ്റിയത്. ഞാൻ കൊതിച്ച ആ സ്നേഹം എന്റെ കൈ അകലത്തായിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും എനിക്കത് കിട്ടില്ല എന്ന് ഓർക്കുമ്പോ
ബഹളം വെക്കല്ലേ. പേടിപ്പിച്ച് കളഞ്ഞില്ല സഞ്ജുവേട്ടാ. എത്ര കാലം എന്ന് വെച്ചാൽ നിന്നെ കാണാതിരിക്കുക. അതാ ഇന്ന് നിന്നെ സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചത്. ഞാനിവിടെ ഒളിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. നിന്നെ ഒറ്റയ്ക്ക് കിട്ടാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇനി വേഗം പോവാൻ നോക്ക്. ഗിരിയേട്ടൻ കണ്ട ആകെ പ്രശ്നമാവും. എനിക്ക് അവനെ പേടിയൊന്നുമില്ല. ഞാൻ നിന്നെ എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയോ? ഞാൻ എന്ത് ചെയ്യാനാ സഞ്ജുവേട്ടാ? ഗിരിയേട്ടൻ എന്നെ വീട്ടു തടങ്കലിലാക്കിയതുപോലെ ആയിരുന്നു. എന്റെ ഫോണും എടുത്ത് പൂട്ടി വെച്ചു. ഗിരിയേട്ടൻ കാണാതെ ഞാൻ എന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോ സഞ്ജുവേട്ടന്റെ മിസ് കോളുകളും മെസ്സേജുകളും എല്ലാം ഞാൻ കണ്ടു. എന്നെ സഞ്ജുവേട്ടൻ മറന്നിട്ടില്ല എന്ന് എനിക്ക് അപ്പോഴാ മനസ്സിലായ. നിന്നെ ഞാൻ എങ്ങനെ മറക്കാനാ മോളെ? എനിക്ക് സ്നേഹിക്കാൻ ഈ ലോകത്ത് നീ മാത്രമല്ലേ ഉള്ളൂ. എനിക്കത് മനസ്സിലായി. തൽക്കാലം സഞ്ജുവേട്ടൻ പോവാൻ നോക്ക്. ഞാൻ പോവാം. പക്ഷേ നീ എന്നെ എപ്പോ കാണാൻ വരുമെന്ന് പറ. ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് കാണാൻ വരാം. 2 ദിവസം കഴിഞ്ഞ് നീ വന്നില്ലെങ്കിലേ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരും കേട്ടോ. ശരി, ഇപ്പൊ പോവാൻ നോക്ക്. ആ അതെ, ഒരു ഉമ്മ തന്നാ പോവാം. ശ്ശോ, എന്താ സഞ്ജുവേട്ടാ ഇത്? വേഗം താ. ഡാ, നിനക്ക് ഗിരിയേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരല്ലേ? ഇനി ഇവളുടെ പുറകെ നടന്ന് തല്ലുകൊള്ളണോ? സഞ്ജയ് എന്നെ കാണാനാ വന്നത്. ഇതെന്റെ വ്യക്തിപരമായ കാര്യമാ. മഞ്ജു ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടുന്നതായിരിക്കും നിനക്ക് നല്ലത്. എന്റെ സ്ഥാനത്ത് ഗിരിയേട്ടനാണെങ്കിലേ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. സ്വപ്ന പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. ഇവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഇടപെടുന്നത്? നിനക്കെന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യമാണെന്ന് എനിക്കറിയാം.